So welcome to infoscience education. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RC phase shift oscillatorന്റെ പാർട്ട് 2 വീഡിയോ ആണ്. സോ പാർട്ട് 1 ൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് എയിം, അപ്പാരറ്റസ് റിക്വയർഡ്, അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം, ദെൻ ടാബുലാർ കോളം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് ഈ ഒരു കമ്പോണൻറ്റ്സ് സോൾവ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഔട്ട്പുട്ട് മെഷർമെന്റ്സ്, അതായത് CRO ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ RC phase shift oscillatorന്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യണമെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ പാർട്ട് 1 വീഡിയോ കണ്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇനി ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ സോൾഡറിങ്ങിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മളിവിടെ ഒരു ട്രാൻസിസ്റ്റർ BC107 ട്രാൻസിസ്റ്റർ ഈ ഒരു ബോർഡിലോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബ്ലൂ കളർ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ കളക്ടർ ടെർമിനലും, ദെൻ ഈ ഒരു ഗ്രീൻ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ബേസ് ടെർമിനലും, ദെൻ യെല്ലോ വയർ അതിൻ്റെ എമിറ്റർ ടെർമിനലുമാണ്. സോ ഈ ഒരു ബോർഡിലോട്ടാണ് നമ്മൾ ബാക്കി കമ്പോണൻറ്റ്സ് എല്ലാം ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള അനുസരിച്ച് സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്ലസ് VCC എന്നുള്ള കണക്ഷൻസ് ചെയ്യാം. സോ പ്ലസ് VCC എന്ന് ആദ്യമായിട്ടൊരു 2.2 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ കളക്ടറിലോട്ട് സോൾഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു റെസിസ്റ്റർ സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലസ് VCC കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ്, ഈ റെഡ് വയർ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിലോട്ടൊരു റെസിസ്റ്റർ സോൾഡർ ചെയ്തു. ദെൻ അതിനെ തന്നെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കളക്ടർ റീജിയനിലോട്ട് സോൾഡർ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് കണക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സോൾഡർ ചെയ്യാനുള്ളത് പ്ലസ് VCC എന്ന് ഒരു 47 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ ബേസിലോട്ട് സോൾഡർ ചെയ്യുന്നത്. ദെൻ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഡയറക്റ്റ് പ്ലസ് VCCയിലോട്ടൊരു 47 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കുക. ദെൻ അതിന് ഡയറക്റ്റായിട്ട് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കുക. സോ ഇപ്പോൾ ഒരു 47 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ നമ്മൾ ബേസിലോട്ട് സോൾഡർ ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗ്രൗണ്ടിൽ നിന്നും ഒരു 10 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ R2 എന്ന് പറയുന്ന റെസിസ്റ്ററാണ് നമ്മൾ 10 കിലോ ഓം എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ബേസിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഗ്രൗണ്ട് ടെർമിനലിൽ നിന്നാണ് വരുന്നത്, ഗ്രൗണ്ട് ടെർമിനലിൽ നിന്നും ബേസിലോട്ട്. സോ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ഗ്രൗണ്ട് ടെർമിനൽ. അതിൽ നിന്നും ബേസിലോട്ട് 10 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ 10 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 3 റെസിസ്റ്റേഴ്സാണ് സോൾഡർ ചെയ്തത്. ഫസ്റ്റ് RC റെസിസ്റ്റർ 2.2 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ, ദെൻ ഒരു R1 റെസിസ്റ്റർ പ്ലസ് VCCയിൽ നിന്നും 47 കിലോ ഓമിൻ്റെ R1 റെസിസ്റ്റർ നമ്മൾ ബേസിലോട്ട് സോൾഡർ ചെയ്തു. ദെൻ R2 റെസിസ്റ്റർ ആയിട്ടൊരു 10 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ ഗ്രൗണ്ടിൽ നിന്നും ബേസിലോട്ട് സോൾഡർ ചെയ്തു. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉള്ള അനുസരിച്ചാണ് സോൾഡറിങ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ടുള്ള കണക്ഷൻ വരുന്നത് ഗ്രൗണ്ട് ടെർമിനലിൽ നിന്നും ഒരു 10 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. 10 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് സോൾഡർ ചെയ്യേണ്ടത്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് ഗ്രൗണ്ട് ടെർമിനലിൽ വരുന്ന രീതിക്കും ദെൻ പോസിറ്റീവ് എമിറ്റർ റീജിയനിൽ വരുന്ന രീതിക്കുമാണ് സോൾഡറിങ് ചെയ്യേണ്ടത്. ഈ ഒരു ലെഗ് ഇതിൻ്റെ എമിറ്റർ ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഒരു 10 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററും സോൾഡർ ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു RE റെസിസ്റ്ററാണ്, അതായത് എമിറ്റർ റെസിസ്റ്റർ 560 ഓമിൻ്റെ റെസിസ്റ്ററാണ് RE റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ അതും ഗ്രൗണ്ടിൽ നിന്നും ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനെ ഇതിൻ്റെ എമിറ്റർ ടെർമിനലിലോട്ട് സോൾഡർ ചെയ്യുക. ഒരു 560 ഓമിൻ്റെ റെസിസ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇതിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് RC നെറ്റ്വർക്കാണ് കണക്ട് ചെയ്യാനുള്ളത്. RC നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കപ്പാസിറ്റേഴ്സും അതുപോലെ 3 റെസിസ്റ്റേഴ്സും വരുന്നതാണ് ഒരു RC നെറ്റ്വർക്ക് വരുന്നത്. സോ അത് നമ്മൾ ഡിഫറൻറ്റ് ഫ്രീക്വൻസിക്ക് ഡിഫറൻസ് വാല്യൂസാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സോൾഡർ ഈ ഒരു ബോർഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഒരു ബോർഡിലോട്ടാണ് സോൾഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചും ഓരോ സെറ്റ് കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും മാറ്റണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ ഫസ്റ്റ് പാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാ ഫ്രീക്വൻസി ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. ഇതിൽ വേറെ വേരിയേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബോർഡിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ആംപ്ലിഫയർ പാർട്ടും ദെൻ സെക്കൻഡിലോട്ടാണ് നമ്മൾ ഈ ഒരു RC നെറ്റ്വർക്ക് പാർട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ RC നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ള അനുസരിച്ച് 3 C കപ്പാസിറ്റേഴ്സ്, അതായത് 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1000 ഹെഡ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള capacitors resistors. So 1000 Hz first we will 0.06
0.01 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. സോ അതിലേക്ക് നമുക്ക് 0.01 3 കപ്പാസിറ്റേഴ്സ് ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഈ ഒരു ബോർഡിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് കപ്പാസിറ്റർ നമ്മൾ സോൾഡർ ചെയ്തു. ദെൻ അതിൻ്റെ എൻഡിൽ നിന്നും അടുത്ത കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് സബ് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഇനി അതിലോട്ട് തേർഡ് കപ്പാസിറ്റർ. ഇപ്പോൾ നമ്മൾ 1000 ഹെഡ്സിന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് 0.01 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റേഴ്സാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ 3 കപ്പാസിറ്റേഴ്സ് ഇപ്പോൾ കണക്ട് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം. സോ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 6 എടുത്ത് വെച്ചിട്ടുള്ളത് 5.6 കിലോ ഓമിൻ്റെ റെസിസ്റ്റേഴ്സാണ്. സോ ഫസ്റ്റ് ആ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് 2 കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തില്ലേ, ആ കപ്പാസിറ്ററിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന്, അതായത് 2 കപ്പാസിറ്ററും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് ഫസ്റ്റ് കണക്ഷൻ വരുന്നത്. സോ അതിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു 5.6 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ നെക്സ്റ്റ് കപ്പാസിറ്ററിൻ്റെയും ആ തേർഡ് കപ്പാസിറ്ററിൻ്റെയും ജോയിനിങ് പോർഷനിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. ദെൻ അതിൽ നിന്നൊരു കോമൺ പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ 6 റെസിസ്റ്റേഴ്സ് നമ്മൾ രണ്ടും സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് സോൾഡർ ചെയ്യാനുള്ളത് R' റെസിസ്റ്ററാണ്. R' റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു എൻഡ് വന്നിട്ട് തേർഡ് കപ്പാസിറ്റർ നമ്മൾ സോൾഡർ വെച്ചതിൻ്റെ എൻഡിൽ നിന്നും ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടാണ് നമ്മൾ ആ ഒരു റെസിസ്റ്റർ സോൾഡർ കൊടുക്കേണ്ട R' എന്ന് പറയുന്ന റെസിസ്റ്റർ. സോ 1000 ഹെഡ്സിന് വേണ്ടി R' എന്ന റെസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുള്ളത് 4.7 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. സോ ഇപ്പോൾ ഇത്രയും ലെങ്ത് കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 2 ടെർമിനൽസും ഈ ഒരു പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ R' ആണ് സോൾഡർ ചെയ്തത്. അതിനുശേഷം ഒരു വയർ എടുത്തിട്ട് ജസ്റ്റ് ആ ബേസും ഈ ഒരു R' റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ആ ഒരു വയർ വെച്ചിട്ട് R' എന്ന് പറഞ്ഞ റെസിസ്റ്ററിനെയും കൂടി അതിൻ്റെ ബേസിലോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൽ അടുത്തായിട്ടൊരു കണക്ഷൻ കൂടി ഉള്ളത്, ഫസ്റ്റ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ഫസ്റ്റ് നമ്മൾ C1 വെച്ചതിൻ്റെ ഈ ഒരു എൻഡിൽ നിന്നും ഇതിൻ്റെ കളക്ടറിലോട്ട് കൂടി ഒരു കണക്ഷൻ ഉണ്ട്. സർക്യൂട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു C എന്ന് പറയുന്ന കപ്പാസിറ്റർ ഇതിൻ്റെ കളക്ടർ ടെർമിനലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്, കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൂടി നമുക്ക് ഇത്രയും ലെങ്ത് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് കളക്ടറിലോട്ട് ഒരു വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സിയുടെ ഫസ്റ്റ് എൻഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് ഒരു കണക്ഷൻ കൂടിയാണുള്ളത്. സോ ഈ ഒരു 2 റെസിസ്റ്റർ നമ്മൾ 6 എന്ന് പറഞ്ഞ വാല്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു എൻഡിനെ നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ അതിൽ ഒരു വയർ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഗ്രൗണ്ട് ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. സോ ഈ 6 റെസിസ്റ്റേഴ്സ് ജോയിൻ ചെയ്യാൻ ജംഗ്ഷനിൽ നിന്നും ഗ്രൗണ്ടിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക അതിനെ. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവും. സോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു RC നെറ്റ്വർക്ക് ചെയ്യാൻ കാരണം നമുക്ക് ഓരോ ഫ്രീക്വൻസിക്കും ഓരോ കപ്പാസിറ്റർ റെസിസ്റ്റർ വാല്യൂസ് മാറ്റേണ്ടി വരും. സോ അതിനു വേണ്ടിയാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തത്. ഇപ്പോൾ ഇതൊരു C ആംപ്ലിഫയറിൻ്റെ പാർട്ടും ദെൻ ഇതതിൻ്റെ RC നെറ്റ്വർക്കിൻ്റെ പാർട്ടുമാണ്. സോ ഓരോ വാല്യൂസിന് നമ്മൾ കപ്പാസിറ്റർ മാറ്റുമ്പോൾ നമുക്ക് ഇത്രയും മാത്രം ഡീസോൾഡർ ചെയ്ത് ഈ 3 കപ്പാസിറ്റേഴ്സും അതുപോലെ ഈ 3 റെസിസ്റ്റേഴ്സും മാത്രം മാറ്റിയാൽ മതിയാവും. സോ ഇപ്പോൾ നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു 1000 ഫ്രീക്വൻസിയുടെ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 0.01 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റേഴ്സും അതുപോലെ തന്നെ 5.6 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും അതുപോലെ തന്നെ R' ആയിട്ട് 47 കിലോ ഓമിൻ്റെ റെസിസ്റ്റേഴ്സും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിനെ പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പോസിറ്റീവ് വയർ പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് വയറാണ് നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുത്തിട്ടുള്ളത്, അതിനെ പവർ സപ്ലൈയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. ഒരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് റെഡ് വയറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക.
ദെൻ നെഗറ്റീവ് വയർ പവർ സപ്ലൈയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. സോ ദെൻ പവർ സപ്ലൈ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് CRO ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റീഡിങ്സ് എടുക്കേണ്ടത്. സോ എങ്ങനെയാണ് ഇതിൻ്റെ റീഡിങ്സ് എടുക്കണമെന്ന് നോക്കാം. സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം കാണിച്ചിട്ടുള്ള അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യേണ്ടത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനലിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ടെർമിനലിലും എക്രോസ് ആയിട്ടാണ്. സോ CROയുടെ പോസിറ്റീവ് ടെർമിനൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ കളക്ടർ ടെർമിനൽ, അതായത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ വരുന്ന ആ റീജിയനിലോട്ട് വെച്ച് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് നെഗറ്റീവ് VCC നമ്മൾ കണക്ട് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ CROയുടെ കണക്ഷൻ ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് CROയിൽ എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ CROയിലോട്ട് അതിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കുക. സോ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ വേവ് ഫോം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സൈൻ വേവാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഈ ഒരു സൈൻ വേവിൻ്റെ ടൈം പീരീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം പീരീഡ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. സോ ഈ ഒരു കേസിൽ ഈ ഒരു സൈൻ വേവിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ CROയുടെ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാകും, ഇത് മുതൽ ഈ ഒരു എൻഡ് വരെയാണ് ഈ ഒരു സൈൻ വേവിൻ്റെ ടൈം പീരീഡ്. സോ ഇപ്പോൾ അത്രയും നമുക്ക് കവർ ചെയ്തിട്ടുള്ളത് ഒരു 2 ഡിവിഷൻസ് ആണ്. ആ ഗ്രാഫിൻ്റെ 2 ഡിവിഷൻസ് ആണ് നമ്മൾ ഒരു സൈക്കിൾ കവർ ചെയ്തിട്ടുള്ളത്, സൈൻ വേവിൻ്റെ ഒരു സൈക്കിൾ കവർ ചെയ്തിട്ടുള്ളത്. ഈ കവർ ചെയ്ത ആ ഒരു ഡിവിഷൻ, അതായത് 2 ഡിവിഷൻ ഇൻറ്റു ടൈം പെർ ഡിവിഷൻ, നമ്മൾ CROയിൽ ടൈം പെർ ഡിവിഷൻ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 0.5 മില്ലി സെക്കൻഡ്സ് എന്നാണ്. സോ ഈ ഒരു ഗ്രാഫിൽ കണ്ട ഡിവിഷൻ ഇൻറ്റു ടൈം പെർ ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് ഒരു CROയിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 2 × 0.5 മില്ലി സെക്കൻഡ്സ് എന്നാണ് നമുക്ക് ടൈം പീരീഡ് കിട്ടിയത്. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 10⁻³ സെക്കൻഡ്സ് എന്നാണ്. സോ അത് അതിൻ്റെ ടൈം പീരീഡാണ്. ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി. നമുക്ക് ഈ ഒരു ടാബ്ലർ കോളത്തിൽ മെഷർ ചെയ്ത് എഴുതേണ്ടത് ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് ആ ഒരു ടൈം പീരീഡ് കിട്ടിയ ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. സോ നമുക്ക് മെഷേർഡ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത് 1/T = 1000 ഹെഡ്സ് എന്നാണ്. നമ്മൾ പാർട്ട് 1ൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 1000 ഫ്രീക്വൻസിക്ക് വേണ്ടിയാണ്. സോ അതിനുവേണ്ടിയുള്ള C വാല്യൂസും R വാല്യൂ അതുപോലെ തന്നെ R' വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 0.01 മൈക്രോ ഫാരഡാണ് C വാല്യൂ. ദെൻ 5.6 കിലോ ഓം ആണ് Rൻ്റെ വാല്യൂസ്. ദെൻ R' 4.7 കിലോ ഓമും. ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്ക് ടൈം പീരീഡ് 1 × 10⁻³ സെക്കൻഡ് എന്ന് കിട്ടിയത്. അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയത് 1000 എന്നുമാണ്. പക്ഷേ നമുക്കൊരു കേസ് വരുന്നത് കാൽക്കുലേറ്റഡ് ഫ്രീക്വൻസി വന്നിട്ട് നമുക്ക് 1033.38 എന്നാണ്. സോ നമ്മൾ സർക്യൂട്ട്സിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സും അതുപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും വെച്ചിട്ടാണ് കാൽക്കുലേറ്റഡ് വാല്യൂ തന്നെ നമുക്ക് മെഷേർഡ് വാല്യൂ ആയിട്ട് കിട്ടണമെന്നില്ല. ജസ്റ്റ് ആ ഒരു വാല്യൂമായിട്ട് അടുപ്പിച്ച് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ മതിയാകും. സോ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടിയത് 1033.8 ഹെഡ്സ് എന്നും ബട്ട് മെഷേർഡ് ഫ്രീക്വൻസി കിട്ടിയത് 1000 എന്നുമാണ്. സോ ഇത്തരത്തിലാണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫസ്റ്റ് കേസ് മാത്രമാണ്, അതായത് 1000 ഡിസൈൻഡ് 1000 ഫ്രീക്വൻസിക്ക് വേണ്ടി ഫസ്റ്റ് സെറ്റ് C വാല്യൂ R വാല്യൂ മാത്രമേ ചെയ്തുള്ളൂ. ദെൻ അതിന് താഴോട്ടുള്ള ബാക്കി എല്ലാ സ്റ്റെപ്സും ചെയ്യുക. 1000 ചെയ്യുക, ദെൻ 2000, ദെൻ 500. ഇത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണ് ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് മെഷർമെൻറ്റ്സ് നടത്തേണ്ടത്. സോ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.